അങ്ങനെ വീണ്ടും അതിശക്തമായിട്ടുള്ള ഐഫോൺ 18 പ്രോ സീരീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഐഫോൺ 18 പ്രോനെ പറ്റി കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മളുടെ ചാനലിൽ 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയധികം ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ചും ഫേമസ് ആയിട്ടുള്ള ജോൺ പ്രോസർ, അദ്ദേഹം അതോടൊപ്പം തന്നെ ട്വിറ്ററിലൂടെ ബ്ലൂംബർഗിൻ്റെ മാർഗൻമാൻ, മിൻജിക്കോ, റോസിയാങ് ഇവരെല്ലാം ഷെയർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഐഫോൺ 17 പ്രോ സീരീസിൽ നമ്മൾ കാണുന്ന അതേ ലുക്കിലും ഡിസൈനിലും തന്നെ ആയിരിക്കും. ഡിസൈനിലൊന്നും യാതൊരു വ്യത്യാസവും ഈ പ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാം ആപ്പിളിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് അപ് ടു 3 years ആണ്. അതനുസരിച്ച് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചുകൾ വരാൻ പോകുന്നത് ഈ ഫ്രണ്ട് ഭാഗത്തായിരിക്കും. ഡൈനാമിക് ഐലൻഡ് ഈ ഡിസ്പ്ലേ ഭാഗത്തായിരിക്കും. അതിലേക്ക് പോകുന്നതിന് മുന്നേ ബേസ് മോഡൽ ഐഫോൺ 18 എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പല ലീക്സും റൂമേഴ്സും കേട്ടിട്ടുണ്ടാവും ബേസ് മോഡൽ ഈ വർഷം വരത്തില്ല എന്നുള്ളത്. കാര്യം ശരിയാണ്. ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോൺ യൂഷ്വലി റിലീസ് ചെയ്യുന്ന പോലെ ലോഞ്ച് ചെയ്യുമ്പോൾ ഐഫോൺ 18 ബേസ് മോഡൽ ഉണ്ടാകില്ല. അടുത്ത വർഷം ഏർലി നെക്സ്റ്റ് ഇയർ 2027 ബേസ് മോഡൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പകരം ഈ വർഷം ഇറങ്ങാൻ പോകുന്നത് 4 മോഡൽസ് തന്നെയായിരിക്കും. അതിൽ ഐഫോൺ എയറിൻ്റെ ഇപ്പോൾ കറൻ്റ് ഉള്ള ഐഫോൺ എയർ ഫസ്റ്റ് ജനറേഷൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള ഐഫോൺ എയർ 2, അതിനോടൊപ്പം തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ആപ്പിൾ ഈസ് ലോഞ്ചിങ് ദെയർ ഫോൾഡബിൾ ഐഫോൺ എലോങ് വിത്ത് ദാറ്റ് 2 പ്രോ മോഡൽ ഐഫോൺ 18. അങ്ങനെ ടോട്ടൽ 4 മോഡൽ ഐഫോൺസ് ആയിരിക്കും ഈ വർഷവും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. കറൻ്റ്ലി ലഭിക്കുന്ന റൂമേഴ്സ് അനുസരിച്ച് ഐഫോൺ 18 പ്രോ ഓൾറെഡി EVT എഞ്ചിനീയറിംഗ് വാലിഡേഷൻ ടെസ്റ്റിലേക്ക് കയറി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ പല വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു ഐഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുന്നേ പല തലത്തിലുള്ള ടെസ്റ്റിങ്ങുകൾ നടപ്പുണ്ട്. അതിൽ ഒരു ഫോണിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിയുമ്പം ആ ഫോൺ മാസ് പ്രൊഡക്ഷനിലേക്ക് ഫൈനലായിട്ട് പോകുന്നതിന് മുന്നേ ഉള്ളതാണ് EVT എഞ്ചിനീയറിംഗ് വാലിഡേഷൻ ടെസ്റ്റ്. ഇതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റ്വർക്കിങ്, ഇതിൻ്റെ റിയൽ ടൈം പെർഫോമൻസ്, ഡേ ടു ഡേ കണ്ടീഷൻസുമായിട്ട് ഒത്തിണങ്ങി പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളിൽ പല വിവിധ സിറ്റുവേഷൻസിൽ ഈ ഒരു ഫോൺ, ഈ ഒരു EVT യൂണിറ്റുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ട്വിറ്ററിൽ കാണുന്നത്. പ്രത്യേകിച്ച് EVT സ്റ്റേജിലേക്കൊക്കെ വന്ന് കഴിയുമ്പം നമുക്ക് മോഡൽസ്, ഡമ്മി മോഡൽസ് ഐഫോണുകൾ അവൈലബിൾ ആണെന്നായിരിക്കും. അതിൽ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഐഫോൺ ഫോൾഡിൻ്റെ അതോടൊപ്പം തന്നെ ഐഫോൺ 18 പ്രോ മാക്സ് ഡിവൈസുകളിലൊക്കെ ഡമ്മി മോഡൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ആക്ച്വലി കറക്റ്റ് മെഷർമെൻറ്റ്സിലുള്ള കൃത്യം ഡമ്മി യൂണിറ്റുകളായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേസുകൾ പല മാനുഫാക്ചേഴ്സും ഇതുപോലുള്ള കേസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഈ മോഡൽസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ഫ്രണ്ട് ലുക്കിൽ നിന്നുള്ള മാറ്റങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രണ്ട് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. എന്നാൽ 18 പ്രോയിലേക്ക് വരുമ്പം ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസ് ചുരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വലുപ്പത്തിലല്ലായിരിക്കും ഡൈനാമിക് ഐലൻഡ് വരുന്നത്. ഇതിനേക്കാൾ 35% ചുരുങ്ങിയ അല്ലെങ്കിൽ ഷ്രിങ്ക് ഡൗൺ ചെയ്ത സൈസിലായിരിക്കും ഡൈനാമിക് ഐലൻഡ് 18 പ്രോ സീരീസ് മുതൽ കാണാൻ പോകുന്നത്. സോ ഡൈനാമിക് ഐലൻഡ് എങ്ങനെ ചുരുങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഫേസ് ID, നമുക്കറിയാം ഈ ഡൈനാമിക് ഐലൻഡിൻ്റെ ആ ഒരു പോർഷനിലാണ് നമ്മുടെ ഫേസ് ID വന്നിരിക്കുന്നത്. ആ ഫേസ് IDയുടെ ഫ്ലഡ് എലിമിനേറ്റർ, ഡോട്ട് പ്രൊജക്ടർ, ക്യാമറ, ഇങ്ങനെയുള്ള കുറച്ച് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സിലെ 2 സെൻസേഴ്സിനെ ഡിസ്പ്ലേയുടെ താഴത്തേക്ക് അണ്ടർനീത്ത് ഡിസ്പ്ലേയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസിനെ ചുരുക്കാൻ സാധിക്കുന്നത്. സോ അങ്ങനെയായിരിക്കും ഈ ഒരു ഫേസ് ID ടെക്ക് ഐഫോൺ 18 പ്രോ സീരീസ് മുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. 2, ഐഫോൺ 18 പ്രോ ഈസ് ഗോയിങ് ടു ബി മോർ തിക്കർ. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇപ്പോൾ ഉള്ളതിനേക്കാൾ സ്ലൈറ്റ്ലി ലാർജർ ബാറ്ററി ആയിരിക്കും ആപ്പിൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അത് ഐഫോൺ 18 പ്രോ ആയാലും പ്രോ മാക്സ് ആയാലും. അതോടൊപ്പം തന്നെ ഈ തിക്നെസ്സിനെ അളക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഡിവൈസുകളുടെ ഈ ഒരു സ്പേസ് മാത്രമല്ല തിക്നെസ്സിന് വേണ്ടി അളക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ടോപ്പിൽ വരുന്ന ക്യാമറ പ്ലാറ്റോ, ഈ ഒരു പോർഷനും കൂടെ അളക്കുവാണ് എന്നുണ്ടെങ്കിൽ ഓവറോൾ ഡിവൈസിൻ്റെ തിക്നെസ് കുറേയും കൂടെ കൂടും. അതാണ് ഇതിലെ 3ാമത്തെ കാരണം, ക്യാമറ അപ്ഗ്രേഡ്. പ്രധാനമായിട്ടും ക്യാമറ അപ്ഗ്രേഡ് വരാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ സെൻസറാണ്. അൾട്രാ വൈഡ് അല്ല, വൈഡ് ആംഗിൾ സെൻസർ. ഈ വൈഡ് ആംഗിൾ സെൻസറിലേക്ക് ആദ്യമായിട്ട് ആപ്പിൾ ഐഫോണിൽ മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആപ്പർച്ചർ. ഇതിൽ ഈ വേരിയബിൾ ആപ്പർച്ചർ എന്ന് പറയുന്നത്, എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുവാണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നല്ല ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിങ്ങനെ ചുരുങ്ങും. ആ ഒരു ബ്രൈറ്റ്നസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ക്യാമറയുടെ ലെൻസിലെ മാനുവൽ ആപ്പർച്ചർ റിങ് കൊണ്ടുവരുമ്പം. മാനുവലി ആപ്പർച്ചർ കൺട്രോൾ ചെയ്യുകയെന്ന് വെച്ചാൽ കൂടുതൽ വെട്ടമുള്ളപ്പം നമുക്ക് ആപ്പർച്ചറിനെ ഡയൽ ഡൗൺ ചെയ്യാം. അപ്പം കുറച്ച് ചെറിയ സ്പേസിൽ കൂടി ആയിരിക്കും വെട്ടം വരുന്നത്. നമ്മളുടെ കണ്ണിലെ പ്യൂപ്പിൾ എങ്ങനെയാണോ, കൃഷ്ണമണിക്കകത്തുള്ള പ്യൂപ്പിൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി ഒട്ടും വെട്ടമില്ല എന്നുള്ള
നല്ല കുറ്റാക്കൂരി ഇരുട്ടാണ് അല്ലെങ്കിൽ ഡാർക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആപ്പർച്ചറിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും വൈഡായിട്ട് തന്നെ. അതാണ് ആപ്പർച്ചറിൻ്റെ സ്കെയിൽ നിർണ്ണയിക്കുന്ന 2.8, 2.4, 1.6, 1.2 ഇങ്ങനെയൊക്കെയുള്ളതെന്ന് പറയുന്ന ആപ്പർച്ചർ അത്രയും വൈഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് ധാരാളം വെട്ടം അതിലേക്ക് കയറും, സെൻസറിലേക്ക് കയറും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഈ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഐഫോണിലുള്ള ആ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ആ ക്യാമറ ആപ്പ് വെച്ചുകൊണ്ട് നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ വർഷം കഴിയും തോറും കുറച്ച് മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരും എന്നല്ലാതെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രോ ലെവലിൽ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് പ്രോ കൺട്രോളുകളൊന്നും ഇതുവരെ ആപ്പിൾ ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. അതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഈ പ്രോ ക്യാമറയെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ ഒരു പ്രോ ക്യാമറ ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഹാലൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹാലൈഡ് എന്ന് പറയുന്ന ഒരു ഐഫോൺ ആപ്ലിക്കേഷനാണ്. അതൊരു തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷനാണ്. ഹാലൈഡ് ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഹാലൈഡ് ആപ്പ് അടിപൊളി ഒരു ഫോട്ടോഗ്രാഫി ആപ്പാണ്. അതിൽ കൺട്രോളുകൾ മാനുവലി നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് ഹാലൈഡ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഈ ഹാലൈഡ് എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടറിനെ ആപ്പിളിലേക്ക് ജോലിക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള iOS 27 വരുമ്പം അല്ലെങ്കിൽ ഐഫോൺ പുതിയ സീരീസിലേക്ക് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോ ലെവൽ ക്യാമറ ആപ്ലിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെ 5ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പം ആപ്പിൾ കറൻ്റ്ലി 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ ഒരു ഫോൺ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഹീറോ കളർ എന്ന് പറയുന്നത് കറൻ്റ്ലി നമുക്കറിയാം ഏത് പ്രോ മോഡൽസ് എടുത്താലും 3 കളേഴ്സാണ് മാക്സിമം. പിന്നെ വല്ലപ്പോഴും സ്പെഷ്യൽ കളർ എന്ന രീതിയിൽ ജാനുവരിയിലോ ഫെബ്രുവരിയിലോ ലോഞ്ച് ചെയ്താൽ മാത്രമാണ്. അതിലൊന്നാണ് നമ്മളുടെ ഐഫോൺ 13 പ്രോയ്ക്ക് ഒരു ആൽഫൈൻ ഗ്രീൻ എന്ന് പറയുന്ന കളർ ലോഞ്ച് ചെയ്ത് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഒരു ഗ്രീൻ കളർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്ന് പറഞ്ഞ പോലെ ഈ വർഷം ആപ്പിൾ ആദ്യമായിട്ട് പ്രോ മോഡൽസിന് 4 കളേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നു. അതിലെ ഹീറോ കളർ ദ മെയിൻ കളർ എന്ന് പറയുന്നത് ബർഗണ്ടി അല്ലെങ്കിൽ ഡാർക്ക് ചെറി കളറാണ്. ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ. പിന്നെ രണ്ടാമത് ലൈറ്റ് ബ്ലൂ കളറാണ്. ഐഫോൺ 13 പ്രോയുടെ ബ്ലൂ കളറുമായിട്ട് വേണമെങ്കിൽ സഫയർ ബ്ലൂ ആയിട്ട് സ്ലൈറ്റ്ലി സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ്. 3ഉം 4ഉം ആസ് യൂഷ്വൽ സിൽവർ ആൻഡ് ഡാർക്ക് ഗ്രേ, ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രേ. സോ ഈ 4 കളേഴ്സാണ് കറൻ്റ്ലി ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഈ വർഷം ആപ്പിൾ ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഡ്യുവൽ ടോൺ കളറാണ്. ഈ ക്യാമറ പ്ലേറ്റോ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. താഴത്തേക്ക് വരുമ്പം ഈ ഒരു പോർഷൻ നമുക്കറിയാം ലൈറ്റ് ഡള്ളായിട്ടുള്ള ബ്ലൂ ആണ്. സോ ഡ്യുവൽ ടോൺ കളേഴ്സിൽ നിന്ന് മാറി ആ ഒരു സിംഗിൾ ടോൺ കളേഴ്സിലേക്ക് തിരികെ ആപ്പിൾ വരുവാണ്. 17 പ്രോയിൽ ഇങ്ങനൊരു കളറിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ വന്നതിൻ്റെ കാര്യം ഇത് ഗ്ലാസ് ആണ്, ഇത് അലുമിനിയം ഷാസിയാണ്. അതിൻ്റെ കളർ ഇൻഫ്യൂഷൻ്റെ ഒക്കെ വ്യത്യാസമാണ്. എന്നാൽ ഈ വർഷം ആപ്പിൾ അത് കാര്യമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ സോ ആ ഒരു ഡ്യുവൽ ടോണിൽ നിന്ന് മാറി സിംഗിൾ കളറിലേക്ക് വരുവാണ്. ഇനി ഇൻറ്റേർണൽസിലേക്ക് വരുമ്പോൾ 18 പ്രോയിനെയും പ്രോ മാക്സിനെയും പവർ ചെയ്യാൻ പോകുന്നത് A20 Pro എന്ന് പറയുന്ന ചിപ്പായിരിക്കും. സോ TSMCയുടെ 2 നാനോമീറ്റർ പാക്കേജിങ്ങിൽ വരുന്ന ആദ്യത്തെ ചിപ്പായിരിക്കും ഈ ഒരു A20 Pro എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴുള്ള ഒരു പ്രധാന ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗ്രാഫിക്സ് കാർഡ് അതോടൊപ്പം മെമ്മറി ഇതിനൊക്കെ തീ പിടിച്ച വിലയാണ്. പണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് മെമ്മറി കാർഡ്, SSD, RAM കാര്യങ്ങളൊക്കെ ലഭിച്ചു വരുന്നെങ്കിൽ ഇപ്പം തീ പിടിച്ച വിലയാണ് SSDക്കും റാമിനും മെമ്മറിക്കും ഗ്രാഫിക്സിനും ഒക്കെ. ഈ ഒരു അവസ്ഥയിലും ആപ്പിൾ ആ സെയിം പ്രൈസ് ടാഗിൽ തന്നെയായിരിക്കും ഐഫോൺ 18 Pro അല്ലെങ്കിൽ പ്രോ ലൈനപ്പ് സെല് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലീക്സ് അനുസരിച്ച് മിൻചിക്കോ പറയുന്നത്. തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നു അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രൈസ് ഹൈക്ക് ഉണ്ടാകും അല്ലെങ്കിൽ പ്രൈസ് കൂട്ടും എന്നൊക്കെ പല റൂമേഴ്സിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആപ്പിൾ ആ സെയിം പ്രൈസ് ടാഗിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നു. യാതൊരു വ്യത്യാസം കഴിഞ്ഞ വർഷമാണെങ്കിലും 1199 ഐഫോൺ 17 Pro ലോഞ്ച് ചെയ്തെങ്കിലും അതിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ വർഷവും പ്രൈസിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരിക്കും. സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും ഇത്രയധികം മാറ്റങ്ങളോടെ ഐഫോൺ 18 Pro വരാൻ പോകുന്നത്. എന്തായാലും എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമുക്കറിയാം ലുക്കിൻ്റെ കാര്യത്തിൽ യാതൊരു വലിയ വ്യത്യാസങ്ങളൊന്നും 17 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇൻറ്റേർണലി ഇതിനെ പവർ ചെയ്യാൻ പോകുന്ന ചിപ്പ്, ഇതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ്, ഇത് തരാൻ പോകുന്ന ആ ഒരു പ്രോ ലെവൽ ഓഫ് ക്യാമറ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും വേരിയബിൾ ആപ്പർച്ചർ, അതോടൊപ്പം ഡൈനാമിക് കറണ്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി, ക്യാമറ ഔട്ട്പുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ആപ്പിൾ ഇത് പുഷ് ചെയ്യുന്നത്. സോ ഡിസൈനിൽ വലിയ മാറ്റങ്ങളില്ലെങ്കിലും ഇതിൽ വരാൻ പോകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ അതൊരു ബെറ്റർ അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ കാത്തിരിക്കാം പുതിയ ഐഫോൺ 18 സീരീസിൻ്റെ അപ്ഡേറ്റുകൾക്കായിട്ട്. പ്രത്യേകിച്ചും ഫോൾഡബിൾ ഐഫോണിനെ പറ്റി നമ്മൾ മറ്റൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മിലൻ. Catch us next one. Until then, peace.